കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൈവ രീതിയിലാണ് നമ്മൾ അടുക്കളത്തോട്ടം ഒരുക്കിയിരിക്കുന്നതെങ്കിൽ ഒരേ തരത്തിലുള്ള വളം തന്നെ ആവർത്തിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കതിൽ നിന്നും കാര്യമായി കായ്ഫലം ലഭിക്കണമെന്നില്ല. അതുപോലെ തന്നെ ഒരേ തരത്തിലുള്ള ജൈവ കീടനാശിനി തളിക്കുകയാണെങ്കിലും നാം വിചാരിച്ച പോലെ തന്നെ ഒന്നും കീടശല്യം മാറി കിട്ടുകയുമില്ല. നല്ല കായ്ഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ ജൈവ രീതിയിൽ തന്നെ പല വിധത്തിലുള്ള കീടനാശിനിയും വളങ്ങളും മാറി നമ്മൾ പ്രയോഗിച്ചുകൊണ്ടേയിരിക്കണം. ശീമക്കൊന്നയുടെ ഇല കൊണ്ട് തയ്യാറാക്കുന്ന വളം, ചാരവും മഞ്ഞൾപ്പൊടിയും ചേർത്ത് തയ്യാറാക്കുന്ന കീടനാശിനി, കറ്റാർവാഴയുടെ തണ്ട് കൊണ്ടുള്ള വളവും കീടനാശിനിയും, ഉള്ളിത്തൊലി കൊണ്ട് തയ്യാറാക്കുന്ന വളവും കീടനാശിനിയും, അതേപോലെ തന്നെ പഴത്തൊലി കൊണ്ട് തയ്യാറാക്കുന്ന വളം, അങ്ങനെ ചാണകവും കടലപ്പിണ്ണാക്ക് പൊളിപ്പിച്ച് തയ്യാറാക്കുന്ന വളവും, അങ്ങനെ ജൈവ രീതിയിലുള്ള വളങ്ങളും കീടനാശിനിയും മാറി നമ്മൾ കൊടുത്താൽ മാത്രമേ നമ്മുടെ അടുക്കള മുറ്റത്തെ കൃഷി സക്സസ് ആവുകയുള്ളൂ. മേൽപ്പറഞ്ഞ വളങ്ങളും കീടനാശിനിയും തയ്യാറാക്കുന്നതിൻ്റെ വിശദമായ വീഡിയോ ഞാൻ കൃഷി മാസ്റ്ററിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ആർക്കെങ്കിലും കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ അതിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതുവരെയും ചെയ്തിട്ടില്ലാത്ത നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ജൈവ രീതിയെ പറ്റിയാണ്. അതിന് നമുക്ക് വേണ്ടത് നമ്മുടെയൊക്കെ അടുക്കളയിൽ പാചക ആവശ്യത്തിനായി കരുതുന്ന ഉലുവ കൊണ്ടാണ്. ഉലുവ ഭക്ഷ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പോലെ തന്നെ മരുന്നായും ഉപയോഗിക്കാറുണ്ട്. ഉലുവയിൽ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഫോസ്ഫറസും പൊട്ടാഷും അടങ്ങിയിട്ടുണ്ട്. ചെടികൾ പെട്ടെന്ന് വളർന്ന് പുഷ്പിക്കാനും കായ്ഫലം ലഭിക്കാനും അതോടൊപ്പം കീടശല്യം ഇല്ലാതിരിക്കാനും ഈ ഒരു ഉലുവ കൊണ്ടുള്ള വളം ഉപകാരപ്രദമാകുന്നുണ്ട്. അപ്പോൾ പച്ചക്കറി ചെടിയിൽ കാണുന്ന, പ്രത്യേകിച്ച് തക്കാളി ചെടിയിൽ കാണുന്ന പൂ കൊഴിച്ചിൽ, തക്കാളിയുടെ അടിവശം ചീഞ്ഞു പോകുന്ന അവസ്ഥ, ഇലവാട്ടം, അതുപോലെ തന്നെ മുളകിൽ സാധാരണയായി കണ്ടുവരുന്ന കുരുടിപ്പ് രോഗം, അതുപോലെ മുളകിലെ പൂ കൊഴിച്ചിൽ തുടങ്ങിയ കീടരോഗങ്ങൾക്കെല്ലാം നല്ല റിസൾട്ട് കിട്ടുന്ന ഈ ഒരു ജൈവവളം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് വേണ്ടത് കുറച്ച് ഉലുവയാണ്. ഉലുവ എന്തായാലും നമ്മുടെ അടുക്കളയിൽ ഉണ്ടാവാതിരിക്കില്ല. ഒരു പിടി ഉലുവ എടുത്തിട്ട് സ്വല്പം വെള്ളം ചേർത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അത് അടിച്ചെടുക്കണം. ഇതേപോലെ കുഴമ്പ് രൂപത്തിൽ നിന്ന് അടിച്ചെടുത്താൽ മതി. ഉലുവ കൊണ്ട് തയ്യാറാക്കുന്ന ഈ ഒരു വളം പച്ചക്കറി ചെടികൾക്ക് മാത്രമല്ല, നമ്മുടെ പൂന്തോട്ടത്തിലെ ചെടികൾക്കും ധാരാളം പൂക്കൾ വിരിയാനും നല്ലതാണ്. അപ്പോൾ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത ഉലുവ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി രണ്ടാമതായി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെയൊക്കെ പറമ്പിൽ സുലഭമായി കിട്ടുന്ന മുരിങ്ങയുടെ ഇലയാണ്. മുരിങ്ങയുടെ ഇലയിൽ ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. മുരിങ്ങയുടെ ഇല മാത്രം മതി, കമ്പുകളൊന്നും ചേർക്കാതെ ഇല മാത്രം നുള്ളിയെടുത്ത് ഉലുവ അരച്ചെടുത്ത പോലെ തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കുഴമ്പ് രൂപത്തിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. അതിനുശേഷം അരച്ചെടുത്ത മുരിങ്ങയില പേസ്റ്റ് ഉലുവ അരച്ചതിൻ്റെ കൂടെ തന്നെ ആ പാത്രത്തിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ചെയ്യാനുള്ളത് ഏകദേശം 1 ഗ്ലാസ് കഞ്ഞിവെള്ളം. അത് പുളിപ്പിച്ചതായാലും കുറേ കൂടി നല്ലതാണ്. പുളിപ്പിച്ച കഞ്ഞിവെള്ളം ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സാക്കണം. ഇപ്പോൾ ജൈവ വളമായും ജൈവ കീടനാശിനിയും ഉപയോഗിക്കാൻ പറ്റുന്ന വളക്കൂട്ട് തയ്യാറായി. ഈ ഒരു കൂട്ട് ഒരിക്കലും അതേപോലെ തന്നെ ചെടികൾക്ക് ഒരു വിധത്തിലും കൊടുക്കരുത്. ഇത് ചെടികൾക്ക് കൊടുക്കുന്ന റേഷ്യോ കൂടി പറയാം. ഇതിലേക്ക് 30 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം മാത്രം എല്ലാ ചെടികൾക്കും ഇത് ഒഴിച്ചു കൊടുക്കാം. റേഷ്യോ ഒന്നുകൂടി ഓർത്തോളൂ, 30 ഇരട്ടി വെള്ളം ചേർത്തിട്ട് വേണം ചെടികൾക്ക് ഇത് കൊടുക്കാനായിട്ട്. ഈ ഒരു വളക്കൂട്ട് കൊടുത്താൽ ഏറ്റവും കൂടുതൽ വിളവ് ലഭിക്കുന്നത് തക്കാളിയിൽ തന്നെയാണ്. തക്കാളിയിൽ നിറയെ പൂവിടാനും കായ് പിടിക്കാനും ഇത് വളരെ നല്ലതാണ്. ഇവിടെ കാണുന്ന തക്കാളി തൈകൾ 3 ആഴ്ച വളർച്ച എത്തിയതാണ്. ഇത് വിത്ത് പാകി മുളപ്പിച്ച് മാറ്റി നട്ട തൈകളാണ്. ഇപ്പോൾ ഈ തൈകളുടെ കൂമ്പ് പ്രൂൺ ചെയ്ത് കൊടുക്കാനുള്ള സമയമായി. ഇതോടൊപ്പം ഞാൻ തക്കാളി ചെടിയുടെ എല്ലാത്തിൻ്റെയും കൂമ്പ് ഒന്ന് നുള്ളിക്കളയുന്നുമുണ്ട്. തക്കാളിയുടെ ഈ ഒരു വളർച്ചയുടെ ഘട്ടത്തിൽ പ്രൂൺ ചെയ്ത് നിർത്തിയാൽ മാത്രമേ കൂടുതൽ ശാഖകൾ വന്ന് നിറയെ പൂവിട്ട് കായ്കൾ ഉണ്ടാവുകയുള്ളൂ. ഈ കാണുന്ന തൈകൾക്കും ഇതിനകം തന്നെ 2 തവണ ഞാൻ ഉലുവ കൊണ്ടുള്ള ഈ ഒരു ജൈവ വളം ഒഴിച്ചു കൊടുത്തിരുന്നു. ഇപ്പോൾ കീടശല്യമൊന്നുമില്ലാതെ കരുത്തായിട്ട് വളർന്നു വരുന്നുണ്ട്. ഇതുകൂടാതെ തക്കാളി ചെടികൾക്ക് 2 ആഴ്ചയിലൊരിക്കൽ സ്യൂഡോമോണസ് 20 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് തക്കാളി ചെടിയുടെ ഇലകളിലും തടത്തിലുമൊക്കെ തളിച്ചും ഒഴിച്ചും കൊടുക്കുന്നതും രോഗങ്ങളൊന്നുമില്ലാതെ വളരാൻ സഹായിക്കും. ഉലുവ കൊണ്ട് ഇതിലും സിമ്പിളായ മറ്റൊരു രീതി കൂടിയുണ്ട്. 1 ഗ്ലാസ് പുളിച്ച കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിലേക്ക്
1 സ്പൂൺ ഉലുവ ഇട്ട് 8 മണിക്കൂറിന് ശേഷം ഇത് ചെടികളിൽ കൈകൊണ്ട് തന്നെ തളിച്ചു കൊടുക്കുന്നതും കീടശല്യമില്ലാതെ വളരാൻ സഹായിക്കും. ഇതിൽ ഉലുവയുടെ ഒരു സ്മെല്ല് നിൽക്കുന്നതുകൊണ്ട് കീടങ്ങൾ ആക്രമിക്കാതിരിക്കാനും പൂക്കളൊന്നും കൊഴിഞ്ഞു പോവാതെ എല്ലാം കായാകാനും സഹായിക്കും. അപ്പോൾ ഉലുവ കൊണ്ടുള്ള ഈ ഒരു ഫെർട്ടിലൈസർ നമ്മുടെ ചെടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ചെടികളുടെ വളർച്ചയ്ക്കും കീടശല്യം ഇല്ലാതാക്കാനും ഒക്കെ നല്ല രീതിയിൽ സഹായകമാണ്. ഇത് തക്കാളിക്കും മറ്റ് എല്ലാ പച്ചക്കറി ചെടികൾക്കും പൂന്തോട്ടത്തിലെ ചെടികൾക്കും വളരെ എഫക്റ്റീവായ ഒരു വളവും കീടനാശിനിയുമാണ്. അപ്പോൾ നിങ്ങളും ഇതേപോലെ തയ്യാറാക്കി എല്ലാ ചെടികൾക്കും സ്പ്രേ ചെയ്ത് കൊടുത്ത് നോക്കൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതട്ടെ. ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.